ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. വന്നിരുന്ന എങ്ങനെയോ അറിയുന്നുണ്ട് ഇവരിവിടെ നമ്മൾ പുറത്ത് വന്നിരുന്നു എന്നൊക്കെ. അപ്പോൾ തടവണോ? വിളിച്ചൊക്കെ ഇരുന്നില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. എന്നെ കുളിപ്പിച്ചിട്ട് കുറച്ചായല്ലോ, നമുക്ക് അടുത്തൊക്കെ മതി. ഇവിടെ ഇതെന്തോ ഇത് നിർബന്ധിക്കുന്നോ? നിർബന്ധമാണ്. അടുത്ത ആളിപ്പം നിർബന്ധിക്കും. മതി കേട്ടോ. കിടന്നു. പിന്നെയോ? എൻ്റെ പൊന്നെ, നീ ഒന്ന് കിടക്കാ ഇവിടെ നിന്ന്. ഓനോടൊന്നും കുഴപ്പമൊന്നുമില്ല. അടുത്തങ്ങ് വരും. പോവാണോ? കുഞ്ഞനെ നോക്കിയിരിക്കുവാന്നല്ലേ അവൾ പോകാനായിട്ട്. അവൾ പോയിട്ട് വന്നിരിക്കുക കണ്ടോ. പുള്ളി കുറേ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇനി നമ്മുടെ സമാധാനക്കേട്. ഇനി നിൻ്റെ സമാധാനക്കേട് എന്തോ പറ. നിൻ്റെ പ്രശ്നം എന്തോ? എന്ത് നിൻ്റെ പ്രശ്നം? തൊട്ടുകൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ നമുക്ക് ഉദ്ദേശം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? അങ്ങനെ ആൾക്കാരാണ് എല്ലാവരും. കഴിഞ്ഞു. അങ്ങ് പറ്റത്തൊന്നുമില്ല. പിന്നെ പോവാണോ? അതിനിടയിൽ പോയി കിടന്നു. കഴിഞ്ഞു. ഇനി വേറെ 3 പേരുണ്ട്. അവർ ഉറക്കമാണെന്ന് തോന്നുന്നു. എല്ലാം കാണാമെന്ന് വല്ല ഒച്ചയായിട്ട് ഓടി വരും. നാളെ കൂടെ പ്രചരണമുള്ളെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രചരിപ്പിക്കാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടിയില്ല. എനിക്ക് കുറച്ചുകൂടി സമയം വേണം പ്രചരിപ്പിക്കാൻ. ഇലക്ഷനൊക്കെ മത്സരിക്കുന്നതല്ലേ. എനിക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല. എനിക്ക് 2 ദിവസം കൂടെ പ്രചരിപ്പിക്കാൻ. ഇലക്ഷൻ കഴിഞ്ഞ് പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഇലക്ഷൻ കഴിഞ്ഞും പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ട്രാൻസ്പെറൻസി എന്നൊക്കെ പറയുന്ന സാധനം അങ്ങനെ ഈ ഒരു ഇലക്ഷൻ കൊണ്ട് തീരേണ്ടതല്ലല്ലോ. ഇനി അങ്ങോട്ട് വേണ്ടൊരു സാധനമല്ല. അതപ്പോൾ നമുക്ക് ഇത് ഡിമാൻഡ് ചെയ്യാം. ഇവരെ കൊണ്ട് ഇത് വേണം, അത് വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. അല്ലേ? നല്ലതായിരിക്കത്തില്ലേ? ഈ ട്രാൻസ്പെറൻറ്റ് ഗവൺമെൻറ് സിസ്റ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യം എല്ലാം നന്നായിട്ട് നടക്കുന്ന ഗവൺമെൻറ്റാണ്. ഏറ്റവും ടോപ്പ് നമ്മുടെ എന്താ പറയുക ആപ്പുള്ള കമ്പനി. സ്വിഗ്ഗിയും സൊമാറ്റോ ഒന്നുമല്ല, വീണ്ടും വന്നിട്ടുണ്ട്. അതുവഴി തന്നെ പോയി കിടന്നു. നമ്മളെ മെനക്കെടുന്നത് എനിക്കൊന്ന് ഇലക്ഷൻ പ്രചരണത്തിലാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. പട്ടിക്ക് ഇവിടെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് തരം പ്രചരണമാണ്. പട്ടിക്ക് വരെ മനസ്സിലായടേ.